അപ്പോൾ നമ്മൾ ഇനി ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KTDC ചെയർമാൻ PK ശശി. പുതുവത്സരാശംസ പോസ്റ്റിലാണ് വിമർശനം. പലർക്കും 2024 സുന്ദരകാലമായിരുന്നുവെന്നും അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമെന്നും കുറിപ്പിൽ പറയുന്നു. പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചു. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതേണ്ട. എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നതും PK ശശിയുടെ പോസ്റ്റാണ്. ഇക്ബാൽ ഇറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ ഇക്ബാൽ. പാലക്കാട് എല്ലാവർക്കും പുതുവത്സരം ഗംഭീരമായിരിക്കുമെന്ന് കരുതുന്നു. PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില കുത്തും കോമയും ഒക്കെ ഉണ്ടല്ലോ. ആർക്കൊക്കെ ഇട്ടൊരു കുത്താണെന്ന് തോന്നുന്നു അല്ലേ? അരുൺ, ഹാപ്പി ന്യൂ ഇയർ. PK ശശി ഈ പുതുവത്സര ദിനത്തിൽ വളരെ ഒരു മുന്നറിയിപ്പ് സന്ദേശം പലർക്കും കൊടുക്കുന്ന രീതിയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. 2024 PK ശശിയെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന കാലമാണെന്നാണ് PK ശശി തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. പക്ഷേ കുതികാല് വെട്ടിയും തന്നെ ചതിച്ചും വന്ന ആളുകൾക്കെല്ലാം 2024 വലിയ സന്തോഷങ്ങളുള്ള സുന്ദര കാലമായിരുന്നു. പക്ഷേ അവരെല്ലാം കാത്തിരിക്കുന്നത് ഈ 2025 മഹാദുരന്തമാണെന്നാണ് വലിയൊരു മുന്നറിയിപ്പ് PK ശശി നൽകുന്നത്. പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തി പണം കൊണ്ട് വെള്ള പുതിപ്പിച്ച നിരവധി ആളുകളുണ്ട്. എല്ലാവർക്കും മോഹഭംഗത്തിന്റെ കാലമായിരിക്കും 2025 ഉണ്ടാവാൻ പോവുക എന്നാണ് PK ശശി നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. കൂടെ നിന്ന് കുതികാല് വെട്ടിയും ചതിച്ചും അതുപോലെ തന്നെ പെട്ടി താങ്ങി നടന്ന ആളുകളെല്ലാം കിയാമത്ത് നാൾ വരെ സുഖിച്ച് കഴിയാമെന്ന ഒരു ചിന്തയുണ്ടാവും. പക്ഷേ അതൊന്നും നടക്കില്ല എന്നുള്ളൊരു ഓർമ്മ വേണമെന്നുകൂടി PK ശശി പറയുന്നു. PK ശശിക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലാ നേതൃത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നേരെയുള്ള ഒരു ഒളിയമ്പായി PK ശശിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ വായിച്ചെടുക്കാം. കാരണം PK ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതും അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതും അല്ലെങ്കിൽ ഒഴിവാക്കിയതുമെല്ലാം ജില്ലാ നേതൃത്വമായിരുന്നു. അപ്പോൾ പൂർണ്ണമായും ജില്ലാ നേതൃത്വത്തിന് എതിരെയുള്ള ഒരു ഒളിയമ്പായിരിക്കാം. മാത്രമല്ല PK ശശിക്കെതിരെ പരാതിയുമായി എത്തിയത് PK ശശിക്ക് ഏറെ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന മണ്ണാർക്കാട് മേഖലയിൽ നിന്ന് തന്നെയുള്ള നിരവധി ആളുകളായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം നേരെയുള്ള ഒരു ഒളിയമ്പ് അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള ഒരു വിമർശനമായി PK ശശിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. ഏതായാലും KTDC സ്ഥാനമൊന്നും മാത്രമാണ് ഈ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇതുവരെയും സംസ്ഥാന കമ്മിറ്റി PK ശശിക്കെതിരെ ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജില്ലാ കമ്മിറ്റി മാത്രമാണ് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം മാത്രമാണ് PK ശശിക്കെതിരെ തുടർച്ചയായിട്ടുള്ള ഈ നടപടികൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ CPMന്റെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിനെതിരെ ആണ് PK ശശിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന രീതിയിലേക്ക് വേണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചെടുക്കാൻ അരുൺ. ഓക്കെ, എല്ലാവർക്കും മോഹഭംഗകാലം വരും എന്നാണ് PK ശശിയുടെ മുന്നറിയിപ്പ്. ചിലതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കുമല്ലോ PK ശശി ആ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവുക. എന്തായാലും കാത്തിരുന്ന് കാണാം ശശി എന്താ സംഭവിക്കുക എന്നുള്ളത്.